ഒരു വാക്യം നമുക്ക് വായിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. ഹല്ലേലൂയ. 3-ാം അധ്യായം എടുക്കാം. 17-ാമത്തെ വാക്യം. അത് അവൻ അധികം സ്തുതിക്കേണ്ട ഒരു വചനമാണ്. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഇസ്രായേൽ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. എസെക്കിയേലിനോട് ദൈവം പറയാം, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട്. കാവൽക്കാരന്റെ ജോലി എന്തുവാ? കാവൽക്കാരന്റെ ജോലി എന്തുവാ? ഓക്കെ, കാവൽക്കാരന്റെ ജോലി എന്തുവാ? ഏൽപ്പിക്കപ്പെട്ടതിനെ കാക്കുക, അല്ലയോ? എന്തുവാ? ഏൽപ്പിക്കപ്പെട്ടതിനെ. ഈ ATM കൗണ്ടറിന്റെ മുമ്പില് കണ്ടിട്ടില്ല ഒരു പോലീസുകാരൻ ഒരു തോക്കും പിടിച്ചോണ്ട്, ഒരു സെക്യൂരിറ്റി പിടിച്ചോണ്ട് നിൽക്കുക. എന്തോനാ? അതിനകത്ത് 10 സ്തോത്രം 1 കോടി 1.5 കോടി രൂപ രാവിലെ ബാങ്കുകാരുണ്ടെന്ന് വെച്ചേക്കുക. കള്ളന്മാർ അടിച്ചോണ്ട് പോയിരിക്കുക. ഈ പുള്ളി ഇങ്ങനെ നടക്കുക ഒരു തോക്കും പിടിച്ചോണ്ട്. പുള്ളിയുടെ ജോലി എന്തുവാ? ഈ ATM കൗണ്ടർ കാക്കുക. ഇവന് ചായ കുടിക്കാൻ പോകാൻ പറ്റത്തില്ല. പറ്റുമോ? രാത്രി 12 ആയപ്പോ എന്നാ ഭയങ്കരമായ ഒരു കട്ടൻകാപ്പി കുടിക്കാന്ന് പറഞ്ഞ് തോക്ക് അതിനകത്ത് വെച്ച് നേരെ പോയി കട്ടക്കാപ്പിക്കാടെ പോയി ഇന്ന് പഞ്ചായത്തിലുള്ള എല്ലാവരും വർത്താനം പറയാ. എടാ, എന്തുകൊണ്ട് വിശേഷം? മനോരമയ്ക്കകത്ത് വാർത്ത എന്തോ ഉണ്ട്, നാടൊക്കെ സന്തോഷമായിരിക്കുന്നു എന്ന് വർത്താനം പറഞ്ഞ് മൂലയ്ക്ക് ചാരിയിടുന്ന 3 മണിക്കൂർ ഉറങ്ങിയേച്ച് വന്നാൽ പണി പോവും. അകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അകത്ത് പോവും. കാര്യം ATM കാർഡിനകത്ത് ATM-നകത്തെ കാശ് ആരെങ്കിലും കൊണ്ടുപോയാ. കാവൽക്കാരന് രാത്രിയും പകലും എന്തില്ല. ഞാൻ ഈയിടെ ഒരു മനുഷ്യനെ കണ്ടു. സ്തോത്രം. അദ്ദേഹം ഒരു വലിയ സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റിയാ. പുള്ളിയുടെ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, രാത്രിയും പകലും ഡ്യൂട്ടിയാ. എന്തുവാ? രാത്രി പകലും ഡ്യൂട്ടിയാ. ഒരു ദൈവവൈദ്യനെ കുറിച്ച്, ഒരു ശുശ്രൂഷന്മാരാ ഇത് ഏറ്റവും കേൾക്കേണ്ടി. അവരെ കുറിച്ച് പറയാ, നിങ്ങൾ ദൈവത്തിന്റെ കാവൽക്കാരാ. ഒരാമയും വരുന്നത് കാവൽക്കാരന്റെ ഡ്യൂട്ടി കേട്ടോണം. എന്താന്ന് കേട്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനായിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. നാമത്തിൽ എങ്ങനെ? എന്റെ വായിൽ നിന്ന് വചനം കേൾക്കണം. എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഇതാണ്. യേശുവിന്റെ വായിൽ നിന്ന് കേട്ട് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞങ്ങൾ പ്രബോധിപ്പിക്കുക. കേട്ടോ? എല്ലാ സംസാരത്തിനും എന്തുവാണ്? യേശുവിന്റെ നാമമാണ്.